അത് അമ്മയ്ക്ക് കൊടുക്കും, അത് ഉണ്ണിക്കുട്ടിന് കൊടുക്കും. അവൻ വെറുതെ ഇരിക്കുക കുറച്ച് എന്നിട്ട് ഇതിരിക്കുക. അപ്പം ഞങ്ങളെന്ന് ഉണ്ണിക്കുട്ടാ നമ്മളെന്താണ് ചതുരപ്പയർ ഹാർവെസ്റ്റിങ്ങിലാണ്, ചതുരപ്പയർ പറിക്കാനുള്ള പരിപാടിയാണ്. അമ്മ എത്ര മൂട് ശരിയല്ലെന്ന്, വയ്യ, ജലദോഷമൊക്കെ ഉണ്ട്, പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ്. എന്നിട്ട് വാന്ന് പറഞ്ഞിട്ട് ഉള്ളൂ. അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. നന്ന ചെറുത് അവിടെ വെച്ചോളൂ കേട്ടോ. പയറിൻ്റെ സെയിം സ്മെല്ല, പയറിൻ്റെ അതേ മണം. ഞങ്ങളിത് കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂക്കാൻ പാടില്ല, മൂത്താൽ പോയി. അതെ, ഇത് കുരുന്നിലേ പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ മൂത്ത് കഴിഞ്ഞാൽ മൂത്താൽ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് മാതിരി. അതെ, നമ്മുടെ ഈ മുരിങ്ങയുടെ ഇതില്ലേ, മുരിങ്ങക്കായനൊക്കെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കട്ടി തോന്നും. കൊടുക്കണം. അത് വലുതാ, കൊടുത്താലേ ഉണ്ടാവുള്ളൂ എന്നാ പറയാ. അപ്പം ഇത് ആർക്കൊക്കെ കൊടുക്കാനുള്ള എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. സെഗ്രിഗേഷനൊക്കെ ഉണ്ടാവും. അതെ, പൂ കൊഴിയുന്നുണ്ടോ? അത് വെച്ചാൽ ചൂടല്ലല്ലോ, അതൊറ്റ പറിക്കാൻ കുറച്ചായി. ഒറ്റടിക്കങ്ങ് പറിച്ചോളൂ. നന്ന ചെറുത് പറിക്കണ്ടാട്ട പോലെ ഒരു അത്യാവശ്യം വലുത് പറിച്ചാൽ അത്യാവശ്യം വലുത് തന്നെ. അവിടേക്ക് ഉണ്ടാവും അമ്മ ബറാബേൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടേക്ക്. എന്താ ഇവിടെ ഒന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതാ ഒരു 3-4 എണ്ണം. അവിടെ പുറകിൽ അതല്ല, അതും വലുതാണ്. അമ്മ ഭയങ്കര സ്പീഡാണല്ലോ. കത്തിയോണ്ട് മുറിക്കുന്ന സുഖം തോന്നുന്നു. ശരിയാ. 2 നിലത്ത് വീണു. ഒന്നെടുക്കും. അതമ്മ, അയ്യോ അമ്മ ചെടിയോട് കൂടിയൊക്കെ മുറിക്കുന്നുണ്ട്. അത് ശരിയല്ല. കൊള്ളാം. ഇവിടെ അമ്മ 2-3 എണ്ണം. ഈ അറ്റത്ത് ഇതിലേ വരണ്ട. ഇതൊക്കെ പറിക്കാൻ കേട്ടോ, ഇതൊക്കെ പറിക്കാനുള്ള. ഇതൊക്കെയോ? കൊടുക്കാനുള്ള അല്ലേ? അല്ല, ബാക്കിയുള്ള കുറച്ചെണ്ണം വലുതായിക്കോട്ടെ. ഇതൊക്കെ കുറച്ച് ഇതൊക്കെ വലുതാ. അത് വലുത്. മതിയില്ലേ? കുറേ ആയി. പിന്നെ അതെ, ഒന്ന് വീണു. അമ്മ ഒന്ന് അയ്യോ ഇല്ല മതി മതി. ഇനി എല്ലാ കുഞ്ഞിതാ ഇതൊക്കെയോ?
ഓക്കെ ഇവൻ ഇങ്ങനെ വീഴ്ത്തിയിട്ട് കേട്ടോ. ഞാൻ വീട്ടിൽ ഇതിൻ്റെ നല്ല കനമുണ്ട്. ഒന്ന് പിടിച്ചു നോക്കൂ. മതിയായില്ലേ? സാധനമുണ്ട് ഇനിയും പറിക്കാൻ. കാണല്ലേ? ഇതിവിടെ വലുതാ. ഇതെന്താ പറിക്കാത്ത? ഇവിടേക്ക് ഉണ്ട്. പറിക്കാൻ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അമ്മ പിന്നെ പറിച്ചില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഒന്ന് പറിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. ചതുരപ്പയർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. കുറെ പയർ പോയപ്പോഴേ ഇതിന്റെ ഇടയിൽ കുറെ ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലേ? കുറെ വെയിറ്റ് ഒക്കെ പോയി അതിന്റെ. എന്താ പരിപാടി? ഒന്ന് തൊടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. ആണോ? ആ വലിയ പൈപ്പ് ഇട്ടിട്ടേ. അത് ശരി. അമ്മ ഓടി. അമ്മ ഓടിയോ? അമ്മ അങ്ങോട്ട്. ഹലോ, ഞാനും അങ്ങട്ടാ. ആജാ ആജാണ്. ആ, കുട്ടി കഴിക്കണ്ട. ആ, മുളക് പഴുത്തൂലേ? LED ബൾബ് വെച്ച പോലെ ഉണ്ട്. അത് പോയി ഇല്ലേ? ചുവപ്പ്, പച്ച, മഞ്ഞ. ക്ഷീണമുണ്ട്. നമ്മുടെ പയർ കുറച്ച് ഗ്യാപ്പുണ്ട്. അമ്മരും കൂടി വിരിയട്ടെ. കയ്പ, പാവൽ. ഓ എല്ലാം അതെയാ? കേറാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിരിക്കുക. ആ, ഇങ്ങനെ ഒന്ന് പോയിക്കോട്ടെ. ഓഹോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി അവിടേക്ക് ഇവിടേക്ക് വെച്ച് കൊടുത്താൽ. ശരി. ഈ വരമ്പൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കൊള്ളാലോ. ആ, ഇത് കിളി. ആ, കിളി റെഡിയാക്കി ഇപ്പൊ കറമൂസ കേട്ടോ. പറക്കാനോ? അത് കിളി കൊണ്ടുപോയിക്കോട്ടെ. ഇല്ല, ചെടിയിലുണ്ടല്ലോ അത്. അതാ എനിക്ക് പോകേണ്ടത് ആ പ്രഷറിൽ അങ്ങോട്ട് ഇറങ്ങിയതാ. അത് നിറയട്ടെ. ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല, കുറച്ച് വെള്ളം തെറിച്ചു. ഒന്നും ആയിട്ടില്ല. ഓക്കെ. അമ്മ ഏതൊരു ചേമ്പിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അതെവിടെയാ? ചേന അല്ലേ? ആ, ചേനയോ? തൽക്കാലം ഇപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. ഇപ്പം ചേന വേണ്ടല്ലോ. നമുക്ക് അടുത്ത മഴയത്ത് അത് കിളിർക്കോ നോക്കാം, അല്ലെങ്കിൽ പറിക്കാം. കിളി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ അതെ തന്നെയാണ് ഫ്രൂട്ട്. പയറിനാട് പോകില്ല. പയറ് പോവില്ല. പയർ ഇങ്ങനെ പോളൂ മാറിക്കോളൂ. അല്ല, ഇങ്ങനെ പോയേക്കാൾ ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ പഴയ കർഷകനാണ്. അയ്യോ, ചെറിയ തോതിൽ ഇങ്ങനെ മഴ പെയ്യണമാതിരി ആയിരിക്കും. ഓ, അത് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പോയിക്കോട്ടെ അല്ലേ? കുട്ടിയാണ് മാറിക്കോ. നനഞ്ഞു. അങ്ങോട്ടൊന്നും പോവില്ല, റോഡിലേക്കൊന്നും പോവില്ല. കണ്ടോ, എല്ലാറ്റും നനകിട്ടി. ചെറിയ തോതിൽ ഉണ്ടാവണേ. ഇനി അവന് ഇങ്ങനെ അതിലേക്ക്. ഇനി ഫോക്കസ്ഡ് പണിയാണ്. അതെ, ഇനി ഫോക്കസ്. ഇനി വലിയ വലിയ ആളുകൾക്ക് അതിനൊക്കെ തട്ടണ്ട പണി. അതിനൊക്കെ ഓ അമ്മേൻ്റെ ഫേവറേറ്റ് ഒടിച്ചുകുത്തി. ഇതാണ് പടവലം. ഇതിന് ചെടിച്ചട്ടിയിൽ ഉണ്ടായതാ. അപ്പൊ അമ്മ മെല്ലെ അങ്ങോട്ട് പടർത്തി കൊടുത്തു. ആ, എന്തായാലും ഇവിടെ മറ്റേ കുക്കുംബർ വെള്ളരി വരാനുണ്ടല്ലോ അല്ലേ? അതെ, വെള്ളരി. നല്ല റോസൊക്കെ ഉണ്ടല്ലോ. നമുക്ക് റോസിന്റെ ഭംഗി കണ്ടോ?
എന്താ ഭംഗിയില്ലേ. ഇത് നാടനാ? നാടൻ റോസ്. കുറേ റോസ് ഉണ്ട് ആ ഭാഗത്ത്. നമ്മളെ മാങ്ങാക്കുട്ടി കണ്ട, ഇതാണ് നമ്മുടെ മാങ്ങാക്കുട്ടി. വലുതായില്ലേ? വലുതായി. തക്കാളിയൊക്കെ നമ്മളെ ഉണ്ട്. തക്കാളി കുട്ടികൾ ഇതാ 5 ഉണ്ട് പറിച്ചതിന് ശേഷം. അത് ശരി. ആ കുറേ തക്കാളി ആ ഭാഗത്ത് ഇനി വരാനുണ്ടല്ലോ. ഈ മുളക് കുറേ ദിവസമായി എവിടെ? ഈ ചുവപ്പ് ഇതല്ലേ, ഇതാണ് എന്താ പറയുക, മത്തമുളക്. മത്തമുളക് അല്ലേ? എന്തായി അമ്പഴങ്ങ പൂട്ടോ? അമ്പഴങ്ങയുടെ കായ. അമ്പഴങ്ങ കായ. ആ മറ്റേ അമ്പഴങ്ങയുടെ കായ. ചച്ച അമ്പഴങ്ങ വെച്ചാ പാട്ട് പാടുന്നത്. പിന്നെ എന്താ ഉള്ളത് ഇവിടെ? നമ്മളെ ഈ പേരക്ക പഴുക്കാറായി. ഇത് ഈ വലുതാവൂലേ? കുറച്ചും കൂടെ വലുതാവും. വലിയ വലിപ്പം വെക്കുന്നില്ല. എന്താ സ്ട്രോബെറി പേരക്ക കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, കഴിക്കട്ടെ. അപ്പം അങ്ങനെയാണ്. കുറച്ചും കൂടി പറിക്കാനുണ്ട്. വഴുതനങ്ങ, മുളകൊക്കെ ഇനിയും പറിക്കാനുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇവിടെ നനയ്ക്കാനില്ലേ?